ഹായ് ഹലോ, ഞാൻ കുറേ ദിവസമായി കേട്ടോ ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നലെ നോമ്പ് 5-ാമത്തെ ദിവസം എടുത്ത വീഡിയോ കേട്ടോ ഇത്. ഞാൻ പിസ്സ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അതിനായിട്ട് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂണ് ഈസ്റ്റും 1 സ്പൂൺ പഞ്ചസാരയും ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം പാകത്തിന് വെള്ളവും ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ടാട്ടോ കുഴച്ചെടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് പിസ്സ സോസാണല്ലോ വേണ്ടത്. അതിനായിട്ട് ഞാൻ 2 തക്കാളി വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടിയാക്കി എടുത്തു. വെന്ത തക്കാളി മാറ്റിയെടുത്ത് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് അതിനെ മിക്സിയിലിട്ട് പേസ്റ്റാക്കി എടുത്തു കേട്ടോ. പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. സ്പൂണ് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. അത് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ഒരു പകുതി സവാളയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ അതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുത്തു. പിന്നെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ ചില്ലി ഫ്ലക്സും പിന്നെ ഒറിഗാനോ ഇല്ലാത്ത കൊണ്ട് കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തു കേട്ടോ. പിന്നെ ഒരു ടീസ്പൂണ് ടൊമാറ്റോ സോസും 1 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് ഇതുപോലെ കുറുകി വന്നാൽ പിസ്സ സോസ് റെഡി. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ച മാവിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. അതിന് നമ്മൾ ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഫാൻ ഫുള്ളായി ആക്കി കൊടുത്തതിന് ശേഷം പരത്തി വെച്ച മൈദമാവ് ഇട്ട് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. അതിന് ശേഷം പിസ്സ സോസും കൂടി ചേർത്ത് കൊടുക്കണം. ചേർത്ത് ഫുള്ളായി ആക്കിയതിന് ശേഷം നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. മൊസറല്ല ചീസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായത്. അതിന് മുകളിലോട്ട് കുറച്ച് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സവാളയും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ പോപ്കോൺ ഉണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ മുകളിൽ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്തു. പിന്നെ ചിക്കൻ ഇട്ട് കൊടുത്തു. ചിക്കൻ ഫ്രൈ ആക്കുമ്പോൾ ഉപ്പ്, മുളക്, കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിലായിട്ട് വീണ്ടും ചീസ് ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മുടെ പിസ്സ ഒക്കെ റെഡിയായി വന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒറിഗാനോ പിന്നെ ചില്ലി ഫ്ലക്സ് ഒക്കെ ചേർക്കാനുണ്ടായിരുന്നു. അപ്പോൾ ചില്ലി ഫ്ലക്സ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒറിഗാനോ ഇല്ലാത്തതുകൊണ്ട് സ്കിപ്പ് ചെയ്തു. അങ്ങനെ പിസ്സയും റെഡിയായി കേട്ടോ. ഇനി ഞാൻ പൊട്ടാറ്റോവും സവാളയും വെച്ചിട്ട് ഒരു ബജി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി പൊട്ടാറ്റോ ഇതുപോലെ നീളത്തിലായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ സവാളയും പൊട്ടാറ്റോ ഒരു ബോളിലോട്ട് മാറ്റിക്കൊടുത്ത് അതിലേക്ക് ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിച്ചപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാശ്മീരി മുളക് പൊടി, ഉപ്പ് എല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ മൈദപ്പൊടിയും പിന്നെ കടലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ടും ചില്ലി ഫ്ലക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ ബജി ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് ബിരിയാണി ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണിയും കൂടി റെഡിയായി. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.